തമിഴ് നടൻ സൂര്യയുടെ 24 എന്ന സിനിമ കണ്ടവർ ഒരിക്കലും ട്രെയിൻ ട്രാവലിനെ കുറിച്ച് മറക്കില്ല. തമിഴിൽ മാത്രമല്ല ഇംഗ്ലീഷിലും മിക്ക സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ട്രെയിൻ ട്രാവൽ ഒരു പ്രധാന വിഷയമാണ്. ഇന്നും ഇതിനു വേണ്ടി പല ശാസ്ത്രജ്ഞരും പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഒരാൾക്ക് വർത്തമാനകാലത്ത് മാത്രമേ ജീവിക്കാൻ സാധിക്കൂ എന്നിരിക്കെ ഭാവിയിലേക്കും ഭൂതകാലത്തേക്കും സഞ്ചരിക്കാൻ ജീവിക്കുന്നതാണ് ട്രെയിൻ ട്രാവൽ മുന്നോട്ട് വെക്കുന്നത്. പലരും തന്റെ ടൈം ട്രാവൽ ചെയ്ത് എത്തിയവരാണെന്ന അവകാശവാദം ഉന്നയിച്ച് പല പ്രവചനങ്ങളും നടത്താറുണ്ട്. അത്തരത്തിൽ സ്വയം പ്രഖ്യാപിത ടൈം ട്രാവലറായ എൽവിസ് തോംസൺ നടത്തിയ പ്രവചനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. താൻ ഒരു ടൈം ട്രാവലർ ആണെന്നും ഭാവിയിലൂടെ സഞ്ചരിച്ചാണ് തിരിച്ചു വന്നതെന്നും എൽവിസ് അവകാശപ്പെടുന്നു. കൂടാതെ 2025 സംഭവിക്കാൻ പോകുന്ന 5 കാര്യങ്ങളെക്കുറിച്ചും എൽവിസ് വീഡിയോയിൽ പറയുന്നുണ്ട്. യുഎസിലെ ഒക്ലഹോമയിൽ വിനാശകരമായ ചുഴലിക്കാറ്റ് ഉണ്ടാകുമെന്നതാണ് ഒന്നാമത്തെ പ്രവചനം. ഏപ്രിൽ 6 ഇത് സംഭവിക്കുമെന്നും 1046 കിലോമീറ്റർ വേഗതയിലുള്ള ഈ ചുഴലിക്കാറ്റ് ഒക്ലഹോമ നഗരത്തെ വിഴുങ്ങുമെന്നും പ്രവചിക്കുന്നു. മെയ് 27 യുഎസിൽ രണ്ടാം ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമെന്നതാണ് രണ്ടാമത്തെ പ്രവചനം. അതിന്റെ ഫലമായി ടെക്സസ് യുഎസിൽ നിന്ന് വിട്ടുപോകും. ആണവായുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്നതുമാണ് പ്രവചനം. ഇത് ആഗോള സംഘർഷം ഉണ്ടാകുമെന്നും പറയുന്നു. സെപ്റ്റംബർ 1 ചാമ്പ്യൻ എന്ന പേരുള്ള അന്യഗ്രഹ ജീവി ഭൂമിയിലെത്തും. 12,000 മനുഷ്യരെ അവരുടെ സുരക്ഷയ്ക്കായി വാസയോഗ്യമായ മറ്റൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും എന്നതാണ് മൂന്നാമത്തെ പ്രവചനം. ഭൂമിക്ക് ദോഷം ചെയ്യുന്ന അപകടകാരികളായ അന്യഗ്രഹ ജീവികളെക്കുറിച്ചും എൽവിഡ് മുന്നറിയിപ്പ് നൽകുന്നു. സെപ്റ്റംബർ 19 അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് ശക്തിയേറിയ കൊടുങ്കാറ്റ് വീശുമെന്നാണ് നാലാമത്തെ പ്രവചനം. നവംബർ 3 പസഫിക് സമുദ്രത്തിൽ വലിയൊരു ജീവി പ്രത്യക്ഷപ്പെടും. ഇതിന് നീലത്തിമിംഗലത്തേക്കാൾ 6 ഇരട്ടി വലിപ്പമുള്ള ഈ ഭീമാകാരമായ കടൽ ജീവിയെ സെറിൻ ക്രൗൺ എന്ന് വിളിക്കുമെന്നും എൽവിൻ പ്രവചിക്കുന്നു. ഇതിനോടകം തന്നെ 2.6 കോടി ആളുകളാണ് വീഡിയോ കണ്ടത്. നിരവധി കമന്റും വരുന്നുണ്ട്. കമന്റ് ചെയ്യുന്നതിൽ ഭൂരിഭാഗം പേരും എൽവിസിനെ വിശ്വസിക്കാത്തവരാണ്. പലരും പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും നടക്കില്ലെന്നും വെറുതെയാണെന്നും പലരും കമന്റ് ചെയ്യുന്നുണ്ട്.